ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യപ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സന്തോഷത്തെക്കുറിച്ചാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. സന്തോഷവും സമാധാനവും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. സമാധാനമുണ്ടെങ്കിലേ ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. മനസ്സിന് സമാധാനമില്ലാത്ത മനുഷ്യന് സന്തോഷം കാണത്തില്ല. ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. സമാധാനത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവ് ഭൂമിയിൽ നിന്ന് മടങ്ങി സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ സൂചന ശിഷ്യന്മാർക്ക് കൊടുത്തു. അത് കേട്ട് ഇവരുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോഴാണ് 14 അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹൃദയം കലങ്ങിപ്പോകുന്നതിൻ്റെ മറുപടിയായിട്ട് കർത്താവിനോട് പറഞ്ഞ വാചകമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചേ പോകുന്നു. അഥവാ ഈ വാക്യത്തിൽ നിന്ന് സ്പഷ്ടമായി മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, സമാധാനം എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. ഒരു മനുഷ്യന്റെ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടുന്നതല്ല സമാധാനം. സമാധാനം ഒരു ദൈവിക ദാനമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഞാൻ തന്നിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പം സമാധാനം കിട്ടിയാൽ പിന്നെ ഹൃദയത്തിന് കലക്കം ഉണ്ടാകത്തില്ല. സമാധാനം ഇല്ലാത്തപ്പോഴാണ് നമ്മുടെ ഹൃദയം കലങ്ങി മറിയുന്നതും നമ്മൾ ഭയപ്പെടുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഭീതിയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദാനം ഞാൻ തരികയാണ്, അത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോവുകയാണ്. അത് പറഞ്ഞു, ഇത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. ലോകത്തെ മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. ചില മനുഷ്യർക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനം വരുമ്പോൾ അവർ മയക്കുമരുന്ന് കഴിക്കും. ചിലർ മദ്യപാനത്തിലേക്ക് തിരിയും. കുറച്ച് നേരത്തേക്ക് എന്തോ ഒരു കിക്കായ അനുഭവത്തിൽ എല്ലാം മറന്നിരിക്കുന്ന കുറേ സമയമുണ്ട്. പക്ഷേ ഈ മദ്യത്തിൻ്റെ കെട്ട് വിട്ടുപോകുമ്പോൾ പിന്നെയും അസ്വസ്ഥതയാണ്. കർത്താവ് പറഞ്ഞു, അതുപോലുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കുറച്ച് ചാരായം കുടിച്ചാൽ കിട്ടുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. മയക്കുമരുന്നടിച്ച് മയങ്ങിയിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നത് ലോകം തരുന്ന സമാധാനം പോലല്ല എൻ്റെ സമാധാനം. മാത്രമല്ല, ലോകത്തെ സമാധാനത്തിന് വേണ്ടി ഒരുത്തൻ കള്ളു കുടിക്കാൻ പോയാലും കഞ്ചാവ് അടിക്കാൻ പോയാലും സിനിമയ്ക്ക് പോലും എല്ലാം അതിനുവേണ്ടി പണം മുടക്കുകയും വേണം. ഇതൊന്നും സൗജന്യമായിട്ട് കിട്ടുന്നതുമല്ല, അതൊന്നും നിലനിൽക്കുന്നതുമല്ല. പക്ഷെ കർത്താവ് പറയുന്നത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ഞാൻ തരുന്നത്, ഇതിന് വിലയൊന്നുമില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്ന സമാധാനമാണ്. സമാധാനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങത്തില്ല. സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾ ഭ്രമിച്ച് പോവുകയും ഇല്ല. സമാധാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നിർവചനം, സമാധാനം എന്ന് പറയുമ്പോൾ യുദ്ധമില്ലാത്തൊരവസ്ഥ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടെ സമാധാനമില്ല. ഒരു യുദ്ധമില്ലാത്ത സമയമാണെങ്കിൽ പറയും ഇപ്പോൾ രാജ്യം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോവുകയാണ്. ഒന്നാമത് യുദ്ധമില്ലാത്ത അവസ്ഥയെ സമാധാനം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത, ഒരു ശാന്തതയ്ക്കൊക്കെയാണ് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ ദൈവിക സമാധാനം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത അവസ്ഥയല്ല, യുദ്ധത്തിലും ശാന്തമായിരിക്കാൻ കഴിയുന്നത് ദൈവിക സമാധാനം. എന്തെല്ലാം യുദ്ധമുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചല്ല സമാധാനം എന്ന് പറയുന്നത്. എല്ലാം പ്രതികൂലമാകുമ്പോഴും
എല്ലാം വിപരീതമാകുമ്പോഴും, അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം, ഭയം എല്ലാം ഉള്ളപ്പോഴും ഒരു മനുഷ്യന് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും സമാധാനമില്ല. ലോകത്തെങ്ങും സമാധാനമില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അക്രമങ്ങൾ എല്ലാം മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുകയാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ മനുഷ്യൻ പറയും, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, വീടുകളിൽ സമാധാനമില്ല, എങ്ങും കിട്ടാനില്ലാത്തൊരു സമാധാനമില്ലെങ്ങുമില്ല. എവിടെയെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണോ ഇത്? ഇല്ല. എത്ര പണം കൊടുത്താലും കിട്ടാത്തത് സമാധാനമാണ്. പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ട് മനുഷ്യന്. പക്ഷേ എത്ര പണം ഉണ്ടാക്കിയാലും സമാധാനമില്ലെങ്കിൽ അതുകൊണ്ടെന്തോ അർത്ഥം? സന്തോഷമില്ലെങ്കിൽ അതുകൊണ്ടെന്തോ അർത്ഥം? ജീവിതത്തിലൊരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളത് അവന് മനസ്സിന് സമാധാനം ഉണ്ടാകണം. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സമാധാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. സമാധാനം എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. മാത്രമല്ല, ദൈവിക സമാധാനം എന്ന് പറയുന്നത് അത് 24 മണിക്കൂറും 365 ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യവുമാണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെയും മനസ്സ് അസ്വസ്ഥമാണ്. വല്ലപ്പോഴും അനുഭവിക്കുന്ന ഒരവസ്ഥയ്ക്കല്ല സമാധാനം എന്ന് പറയുന്നത്. ദൈവിക സമാധാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും, രാത്രിയും പകലും 365 ദിവസവും അനുഭവിക്കുന്ന ഒരു ശാന്തതയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. പീസ് ഓൾവേസ് ബൈ ഓൾ മീൻസ് എന്നാ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനമാണ്. എല്ലായ്പ്പോഴും സമാധാനമാണ്. ലോകം തരുന്ന സമാധാനം, അഥവാ ലോകത്തെ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത്, കള്ളു ഷാപ്പിൽ പോകുന്നു, കള്ളു കുടിക്കുന്നു, അതെല്ലായ്പ്പോഴും ഒക്കെ ഇല്ലല്ലോ. അതിൻ്റെ കിക്ക് വിട്ടു പോകുന്നവരെയല്ല ഉള്ളൂ. മയക്കുമരുന്നടിച്ച് എല്ലാം മറന്നിരിക്കുന്നു, അതിൻ്റെ കിക്ക് വിട്ടു പോകുന്നവരെയല്ല ഉള്ളൂ. എല്ലായ്പ്പോഴും ആ സമാധാനം കിട്ടുന്നില്ലല്ലോ, എല്ലായ്പ്പോഴും ആ അനുഭവം കിട്ടുന്നില്ലല്ലോ. പക്ഷെ ദൈവിക സമാധാനം എന്ന് പറയുന്നത് ഓൾവേസ് ബൈ ഓൾ മീൻസ്, എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം ഉണ്ട് എന്നാണ് പറയുന്നത്. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷവും ഉണ്ടാകത്തുള്ളൂ. അഥവാ സന്തോഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു റിസൾട്ടാണ്. സമാധാനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് സന്തോഷമെന്ന് പറയുന്നത്. മനസ്സിന് യാതൊരു സമാധാനവും ഇല്ലാത്തൊരു മനുഷ്യന് സന്തോഷിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ സന്തോഷിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം, സമാധാനപരമായിരിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം എവിടുന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സമാധാനം വിൽക്കുന്ന ഒരു മാർക്കറ്റുമില്ല, സന്തോഷം വിൽക്കുന്ന ഒരു മാർക്കറ്റുമില്ല. സന്തോഷിപ്പിക്കാമെന്നും സമാധാനം തരാമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിലും അവരാരും എല്ലായ്പ്പോഴും കൂടെ കാണത്തില്ല. യേശുക്രിസ്തുവാണ് സമാധാനത്തിൻ്റെ ദാതാവ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ് പറയുന്നത്. പ്രിൻസ് ഓഫ് പീസ്. യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയത്തില്ല. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഇത്ര പേര് വന്നാൽ തരാമെന്നല്ല പറയുന്നത്. ആദ്യം വരുന്ന 1000 പേർക്ക് തരാം എന്നല്ല പറയുന്നത്. എല്ലാവർക്കും വരാം. എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല. അധ്വാനിക്കുന്ന മനുഷ്യൻ, ഭാരം ചുമക്കുന്ന മനുഷ്യൻ, ഏതുവിധ ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നതെങ്കിലും ആ ഭാരം എന്ന് പറയുന്നത്
ചുമട്ടുതൊഴിലാളികളെക്കുറിച്ചല്ല പറയുന്നത്. പാപത്തിൻ്റെ ഭാരത്തിൻ്റെ ചുമടുമായിട്ട് നടക്കുന്ന മനുഷ്യരാണ്. പാപഭാരത്തിൻ്റെ ചുമട്, വ്യാകുല ചിന്തകളുടെ ചുമട്, രോഗത്തിൻ്റെ ചുമട്, നിങ്ങളുടെ തലയ്ക്കകത്തിരിക്കുന്ന ചുമട്, തലയുടെ മുകളിലിരിക്കുന്ന ചുമടിനെ കുറിച്ചല്ല പറയുന്നത്, തലയ്ക്കകത്തിരിക്കുന്ന ചുമട്. തലയുടെ മുകളിലിരിക്കുന്ന ചുമടിനേക്കാൾ ഭാരമുള്ളത് ആ തലയ്ക്കകത്തിരിക്കുന്ന ചുമട്. തലയുടെ മുകളിൽ ഒരു ചുമട് വെച്ചാൽ അത് താഴെ ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് മാറും. എന്നാൽ അകത്തിരിക്കുന്ന ചുമടുകളുണ്ട്, വലിയ ഭാരമുള്ള വിഷയങ്ങളുണ്ട്. മനുഷ്യന്റെ തല നേരെ നിൽക്കാൻ വയ്യാതെ വിഷമിപ്പിക്കുന്ന, തലയ്ക്കകത്ത് ഭാരമുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, വ്യാകുല ചിന്തകൾ അവനെ അസ്വസ്ഥമാക്കുകയാണ്. പക്ഷെ യേശു പറഞ്ഞു, ഏത് ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നയാളാണെങ്കിലും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സമാധാനിപ്പിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനുമില്ല. ലോകത്ത് ഒരു വിഷയം കൊണ്ടും സമാധാനം കിട്ടാൻ കഴിയാത്ത ആളുകൾക്ക് ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ വ്യാകുലപ്പെട്ട് നടക്കണം, ഭാരപ്പെട്ട് നടക്കണം, വിഷമിച്ച് നടക്കണം, ദുഃഖിച്ച് നടക്കണം എന്നൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നാണ്, എല്ലാവരും സമാധാനമായിട്ടിരിക്കണമെന്നാണ്. അത് എല്ലായ്പ്പോഴും സമാധാനമായിട്ടിരിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. മൂഡ് മാറുന്നതിനനുസരിച്ച് സന്തോഷവും സമാധാനം മാറി മാറി വരണമെന്നല്ല, എപ്പോഴും മനുഷ്യൻ സമാധാനമായിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ദൈവത്തിന് മാത്രമേ നമുക്ക് തരാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കും. എന്താ മനുഷ്യന്റെ അസമാധാനത്തിന്റെ പ്രശ്നം? ദൈവമാണ് സമാധാനം തരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അസമാധാനത്തിന്റെ പ്രശ്നം എന്താണ്? എല്ലാ അസമാധാനത്തിൻ്റെയും പ്രശ്നം മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറുന്നതാണ്. ദൈവം നമുക്ക് സമാധാനം തരുന്നു, പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ സമാധാനം ഉണ്ടാകുന്നു? മനുഷ്യന്റെ പാപം മനുഷ്യനെയും ദൈവത്തെയും രണ്ട് ഭിന്ന കക്ഷികളാക്കി മാറ്റി. ദൈവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മനുഷ്യൻ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. അടുക്കാൻ കഴിയാത്ത രണ്ട് ഭിന്ന കക്ഷികളായിട്ട് നിൽക്കുന്നു. എന്താ കാര്യം? മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ അകൃത്യം. ദൈവം നീതിമാൻ, മനുഷ്യൻ അനീതി പ്രവർത്തിക്കുന്നവൻ. ദൈവം വിശുദ്ധൻ, മനുഷ്യൻ അശുദ്ധിയിൽ ജീവിക്കുന്നവൻ. ദൈവം സത്യം, മനുഷ്യൻ അസത്യം പറയുന്നവൻ. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പാപം അതിൻ്റെ മധ്യേ നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അവന് മനസ്സിനൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനവുമില്ല. എന്താ ഇതിൻ്റെ പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമേ, അവന് ദൈവവുമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ മാത്രമേ അവന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ലോകം മുഴുവൻ യുദ്ധത്തിലാകട്ടെ, ലോകം മുഴുവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് നിറയട്ടെ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ഭക്തന്, ദൈവവുമായിട്ട് സജീവമായ ബന്ധമുള്ളൊരു മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പട്ടിണിയായിരിക്കും, പ്രയാസമായിരിക്കും, ഭാരങ്ങളായിരിക്കാം, കടഭാരങ്ങളായിരിക്കും, എന്തെല്ലാം വന്നാലും ദൈവവുമായിട്ടൊരു സജീവമായ ബന്ധമുണ്ടെങ്കിൽ വിഷയങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ട് അവന് സമാധാനമായിട്ടിരിക്കാൻ കഴിയും. ഭാരം ദൈവത്തിങ്കിലേക്ക് ഇറക്കി വെച്ച് അവന് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ പരാജയം ദൈവം തരുന്ന ദാനമായ സമാധാനം ദൈവത്തിൽ നിന്നല്ലാതെ നേടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവം തരുന്ന സന്തോഷം ദൈവത്തെ കൂടാതെ നേടാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നടക്കുന്ന ആത്മഹത്യകളുടെ പുറകിലുള്ള കാരണം അന്വേഷിച്ച് നോക്കാം. ഇവിടെ ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും ദാരിദ്ര്യം കൊണ്ടാണോ ആത്മഹത്യ ചെയ്യുന്നത്? അല്ല. എത്രയോ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്നു. മിന്നിത്തിളങ്ങിയ താരങ്ങൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാം ഉള്ള എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു. വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, എയർ കണ്ടീഷൻ വീടുണ്ട്, പട്ടുമെത്തയുണ്ട്. പക്ഷെ പട്ടുമെത്തയിൽ കിടന്ന് ഉറക്കം വരാതെ കിടന്ന് ഉരുളുക. എയർ കണ്ടീഷൻ മുറിയാ, പക്ഷെ ഉറക്കം വരുന്നില്ല. എന്താ കാര്യം? മനസ്സിന് സമാധാനമില്ല. വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷെ മനസ്സിന് സമാധാനമില്ല. മനസ്സിന് സൗഖ്യമില്ലെങ്കിൽ
ശരീരത്തിന് എന്തെല്ലാം ആരോഗ്യമുണ്ടെങ്കിലും മനസ്സ് വ്യാകുലപ്പെട്ട് കഴിയുമ്പോൾ ശരീരവും തളരും. അവരുടെ പണം കൊണ്ട്, അവരുടെ സ്വാധീനം കൊണ്ടൊന്നും സന്തോഷമോ സമാധാനമോ ലഭിക്കുകയില്ല. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അത് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് സമാധാനമെന്ന് പറയുന്നത്. എന്നാൽ ആ ദൈവത്തിൻ്റെ ദാനം ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന മനുഷ്യർക്ക് ദൈവം തരുന്ന ദാനമാണ്. അതിന് പണം കൊടുക്കേണ്ട, സൗജന്യമാണ്. എത്ര പേർക്ക് കൊടുക്കാമെന്നല്ല, തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും സമാധാനം കൊടുക്കുന്നവനാണ് ദൈവം. ചിലപ്പോൾ മനുഷ്യൻ ഭയപ്പെടും, ആകുല ചിന്തകളുണ്ടാകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു പോയി. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാർ ഭയപ്പെട്ട ഒരു മുറിക്കകത്ത് കയറി കതകടച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷേ ആ മുറിക്കുള്ളിലേക്ക് യേശു വന്നിട്ട് അവരോട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ് പറയുന്നത്. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. സമാധാനമുണ്ടെങ്കിൽ ഭയം മാറും. സമാധാനമുണ്ടെങ്കിൽ വ്യാകുല ചിന്തകൾ മാറും. സമാധാനമുണ്ടെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും. ദൈവത്തോട് സജീവമായ ബന്ധമുള്ള ഒരാൾ വിശ്വസിക്കും, എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല, ഇതൊന്നും എൻ്റെ സമാധാനത്തെ കെടുത്തുന്നതല്ല. ഇപ്പോൾ എനിക്ക് ദോഷമായി തോന്നുന്ന എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും ആത്യന്തികമായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. ഇപ്പോൾ തിന്മയെന്ന് തോന്നുന്ന, പ്രതികൂലമെന്ന് തോന്നുന്നതിനെല്ലാം ദൈവത്തിന് അനുകൂലമാക്കി മാറ്റുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കൈകളിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാണ്. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് തിന്മയെന്ന് തോന്നുന്ന, പ്രതികൂലമെന്ന് തോന്നുന്ന, നമ്മൾ ആശിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും, ദൈവം എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നവനാണ്. ബൈബിൾ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകുന്ന ദൈവമാണ്. എന്തുവാ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നത്? ശാരീരിക രോഗമാണോ? കടഭാരമാണോ? ജീവിത പ്രശ്നങ്ങളാണോ? എന്തു തന്നെയായാലും ദൈവത്തിനത് പരിഹരിക്കാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോടടുക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീവിപ്പാൻ നിങ്ങൾക്ക് കഴിയും. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അത് മനുഷ്യനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ല. പക്ഷെ ദൈവം ഇത് നമുക്ക് സൗജന്യമായി തരുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിന് വേണ്ടി യേശു വില കൊടുത്തതാണ്. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പ്രവാചകൻ എഴുതുമ്പോൾ പറയുന്നത്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സൗജന്യമായിട്ടാണ് സമാധാനം ലഭിക്കുന്നതെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് സമാധാനം ലഭിക്കേണ്ടതിനു വേണ്ടി ഒരാളെ ശിക്ഷ അനുഭവിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടതെങ്കിൽ മനുഷ്യനെയും ദൈവത്തെയും കൂടെ അടുപ്പിക്കേണ്ടതിനു വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനും ദൈവവും രണ്ട് ഭിന്ന കക്ഷികളായിരിക്കുമ്പോൾ അവരെ തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട്. ആ മധ്യസ്ഥൻ ദൈവത്തോടും മനുഷ്യനോടും ബന്ധമുള്ളവനായിരിക്കണം. അതിനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ ദൈവം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തിന് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. യേശു ചെയ്ത ഒരു തെറ്റിനു വേണ്ടിയല്ല യേശു കാൽവറി ക്രൂശിൽ മരിക്കേണ്ടി വന്നത്. രണ്ട് കള്ളന്മാരുടെ മധ്യയിൽ അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ അരിയിൽ കിടന്ന ഒരു കള്ളൻ പറയുന്ന വാചകം, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. രണ്ട് കള്ളന്മാരെ യേശുവിനോടൊപ്പം ക്രൂശിച്ചു. അതിൽ ഒരുത്തൻ മറ്റവനോട് പറയുകയാണ്, എടാ, നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നതിന് കാരണമുണ്ട്.
അത് ന്യായമാണ്. നമ്മൾ ചെയ്ത തെറ്റിനാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു, അതിന് ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പക്ഷെ യേശുവിനെ നോക്കിയിട്ട് ആ അനുതപിച്ച കള്ളൻ പറയുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അരുതാത്തതൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ പിന്നെ എന്തിനാ ക്രൂശിൽ കിടക്കുന്നത്? ഇവനെ എന്തിനാ ശിക്ഷിച്ചത്? കാരണം നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ഏറ്റുവാങ്ങിയത്. നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി സമാധാനത്തിന്റെ പ്രഭുവായ ഈശോ നമ്മുടെ പാപം, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനമുണ്ടായിരിക്കുകയാണ്. അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുത്തു വരുമ്പോൾ അവന് സമാധാനം ലഭിക്കുകയാണ്. ദൈവത്തോട് അടുക്കുവാൻ വേറൊരു വഴിയുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കേണ്ടതിനു വേണ്ടി വേറെ മധ്യസ്ഥന്മാരാരുമില്ല. ദൈവത്തോടുകൂടെയായിരുന്ന ദൈവമായ യേശുക്രിസ്തു മനുഷ്യരോടുകൂടെ പാർത്ത്, മനുഷ്യനെ അറിഞ്ഞ്, മനുഷ്യന്റെ ബലഹീനതകൾ അറിഞ്ഞ്, മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, മനുഷ്യനു വേണ്ടി മനുഷ്യന്റെ പാപം ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് ദൈവവുമായി സജീവമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. 29-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ഈ വാക്യത്തിലും പറയുന്നു, സമാധാനം ദൈവത്തിന്റെ ദാനമാണ്. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആർക്കാണ് ഈ അനുഗ്രഹം? തന്റെ ജനത്തിന്. ദൈവത്തിന്റെ ജനമായി വസിക്കുന്ന ആളുകൾക്കാണ് ദൈവം സമാധാനം കൊടുക്കുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ എല്ലാ മനുഷ്യർക്കും സമാധാനമില്ല. കാരണം അവർ ദൈവത്തിന്റെ ജനമായിട്ട് മാറിയിട്ടില്ല, ദൈവത്തെ സ്വീകരിച്ചിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏത് പാപിയായ മനുഷ്യനും തന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തെ അലട്ടുന്ന ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യേ സമാധാനമില്ലാതെ അലയുന്നുണ്ടോ? സമാധാനത്തിനുള്ള മരുന്ന് മയക്കുമരുന്നല്ല, സമാധാനത്തിനുള്ള പോംവഴി മദ്യപാനമല്ല, സമാധാനത്തിനുള്ള പോംവഴി വെറുക്കൂത്തുകളല്ല. അവയൊന്നും ശാശ്വതമായ സമാധാനം തരികയില്ല. സമാധാനത്തിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അത് ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനം. ആ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. മനുഷ്യന്റെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമായി ദൈവത്തിന് സമാധാനിപ്പിക്കാൻ കഴിയും. എന്ത് പ്രശ്നമാണെങ്കിലും ഏത് ഭാരമാണെങ്കിലും ദൈവത്തിന് അത് പരിഹരിക്കാൻ കഴിയും. എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും ദൈവത്തിന് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയും. മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന കാര്യം, എനിക്കിനി ജീവിക്കണ്ട, മതി മതി മതി, ജീവിതം മതിയായി, ഇനി ജീവിക്കാൻ ആശയില്ല, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ ധൈര്യമില്ലാത്തവൻ ഒളിച്ചോടി ആത്മഹത്യ ചെയ്യുകയാണ്. അവന്റെ ഭീരുത്വമാണ് ആത്മഹത്യ. ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല, അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മധ്യേ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്
ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യ എന്നത് ദൈവം തരുന്ന ആശയമല്ല, അത് പൈശാചികമാണ്. ഇല്ല, നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു വിധത്തിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല പാസ്റ്ററെ. ഇല്ല, ദൈവത്തിന് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയും. ഏത് മുറിവേറ്റ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടവനെയും ആ പ്രശ്നം പരിഹരിപ്പിച്ച് സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലോകം മുഴുവൻ ഇളകി മറിഞ്ഞാലും ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം തന്റെ സമാധാനം നൽകി ഉറപ്പിച്ചു നിർത്തും. വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ദിവ്യമായ സമാധാനം പ്രാപിച്ച് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനം ഇതെല്ലാവർക്കും ഉള്ളതാണ്. തൻ്റെ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയാതെ അവർക്ക് സമാധാനം നൽകുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് എന്നും സമാധാനം തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജനകോടികൾ വലയുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി തന്ന ദിവ്യമായ സമാധാനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് സ്വസ്ഥതയോടെ സമാധാനമായി ജീവിപ്പാൻ കേൾവിക്കാരെ എല്ലാം സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെർലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479241981 960-552-1715.